ഈ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതില് വി ഡി സതീശൻ ചെയ്തത് തീർത്തും തെറ്റാണ്. കാരണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, പിന്നെ ഘടകകക്ഷികളൊന്നും അറിയാതെ തീരുമാനമെടുക്കുന്നു CPM എന്നാ പറയുന്നത്. ഘടകകക്ഷി മന്ത്രിമാർ പോലും അറിയുന്നില്ല പിന്നെ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിൽ നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കോൺഗ്രസിന്റെ മന്ത്രിയായ ലിജു പോലും പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. രമേശ് ചെന്നിത്തല എടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒന്ന് പറയുകയും ഭരണത്തിൽ കയറുമ്പോൾ വേറൊരു ഇത് കാണിക്കുന്നത് ശരിയല്ല. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത്, മദ്യം എല്ലാം ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. അത് കുടിക്കുന്ന പോലെ ഇരിക്കും. അത് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ, ഈ വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ മത്താവൂലേ? ഇല്ലാതിരിക്കുന്നില്ല. ഇപ്പൊ തൂഫാൻ എന്ന ഒരു ഇത് ഇറക്കിയിട്ട് ആ ലഹരിക്കെതിരെ പോരാടുമ്പോ ഈ മദ്യത്തെ സുലഭമായി കിട്ടുന്ന രീതിയിലേക്ക്, പിന്നെ ഈ കുടിയന്മാരെ ഇങ്ങനെ ഒരു കുടിയെന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കുടിയന്മാരെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ചില്ലറ പൈസ എന്നല്ല ഇവർക്ക് കിട്ടുന്നത്. കോടികളുടെ വരുമാനമാണ് ഈ. അത്ര തന്റെ ഇടം ഉണ്ടെങ്കിൽ ഈ മദ്യം നിർത്തട്ടെ, മദ്യത്തിന്റെ വില കുറയ്ക്കട്ടെ. നിർത്തണ്ട, വില കുറയ്ക്കട്ടെ. ഇല്ലല്ലോ, 251% ടാക്സ് മേടിച്ചോണ്ട് ഈ കുടിയന്മാരുടെയും ലോട്ടറിക്കാരുടെയും എല്ലാം കൂടെ ഇത് അടിച്ചുകൊണ്ടാണ് ഈ മന്ത്രിമാര് തന്നെ മുട്ടടിക്കുന്നത്. അത് ഓർക്കണം. പിന്നെ ഈ കരിമണലിന്റെ എല്ലാത്തിന്റെ ഇതിൽ പ്രതിപക്ഷത്ത് ഇരുന്നപ്പം പറഞ്ഞ ആ ന്യായമല്ല ഇപ്പോ പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം കൂടെ, ഈ തൂഫാനിൽ ലഹരി ഉപയോഗമായ പിന്നെ ഹാൻസ് പുകയില ഉൽപ്പന്നങ്ങൾ ഒക്കെ പിടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പുകയില ഉൽപ്പന്നങ്ങൾ പിടിപ്പിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ ഈ തമ്പാക്ക് എന്ന് പറയുന്ന സാധനം ഈ ടൗൺ ഏരിയയിലെല്ലാം വിൽക്കുന്നുണ്ട്. അതും പുകയില ഉൽപ്പന്നം തന്നെയാണ്. അത് ഈ ഹിന്ദിക്കാർ വന്ന് അത് വിൽക്കുന്നു. മലയാളി അവിടെ നിന്ന് 4 ഹാൻസ് കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ അവനെ പൊക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. 4 കുപ്പി ഏതെങ്കിലും സുഖമില്ലാത്തവൻ കൊണ്ട് ബ്ലാക്കിൽ വിറ്റ് ഒരു 100 രൂപ ചിലപ്പോൾ ഉള്ള ഏരിയയിലായിരിക്കും, അവൻ ഒരു സുഖമില്ലാത്തവനായിരിക്കാം, അവൻ കൊണ്ട് വിൽക്കുമ്പോൾ അവനെ പിടിക്കുന്നു. പക്ഷേ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരും ഇവരൊക്കെ മേടിക്കുന്ന കൈക്കൂലിയാണ്, ഒന്ന് ഓർക്കണം. ഇന്ന് വരെ കർത്തേരന് മേടിച്ച RC എത്ര പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഈ തൂഫാനൊക്കെ ഇറക്കുമ്പം സ്വന്തം കാര്യം കൂടെ ഒന്ന് പറയണം. ലക്ഷക്കണക്കിന് രൂപ മേടിച്ചത് അതും കൂടെ പറയണം എന്നാണ് എന്റെ വലിയൊരു ആഗ്രഹം. എന്നിട്ട് വേണം മറ്റുള്ളവനെ കുത്താൻ. അതും കൂടെ ഓർക്കണം. ജനങ്ങളെ വയറ്റത്തടിക്കുന്ന ഒരു സർക്കാരും കൂടെ ആയി മാറരുത്. ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഈ രീതിയിലുള്ള പ്രവർത്തികൾ പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു വാക്കും ഭരണത്തിലേറുമ്പോൾ ഒരു വാക്കും കൂടെ കൊണ്ട് നടക്കുന്നത് തീരെ ശരിയല്ല. ഇന്ന് ഞാൻ കോൺഗ്രസിന് വോട്ട് കൊടുത്ത് ഞാൻ ഖേദിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.